കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. കാൺമതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, അതിശയം വിധമഗതിയെ ഭുവി വീണ്ടെടുത്തൊരു ദേവനെ, ആയിരം പതിനായിരങ്ങളിൽ അഴകു തിങ്ങുമൻ പ്രിയനെ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ ഈ നല്ല ദിവസത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഒരു നല്ല വിശുദ്ധ ദിവസം കൂടെ ഞങ്ങൾക്ക് തന്നല്ലോ. അല്പസമയം ഉറങ്ങുവാനും ഉണരുവാനും കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആരോഗ്യത്തിലും സമാധാനത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയ കർത്താവെ, പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിച്ചാട്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാട്ട്, ഞങ്ങളുടെ സകല കഷ്ടങ്ങളും സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും കർത്താവ് അറിഞ്ഞ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കണം. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനം തന്ന കുഞ്ഞുങ്ങളെ, അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തങ്ങുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗമെല്ലാം സ്തോത്രത്തോടെ നന്ദിയോട് സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും, നിശ്ചയമായി മാനിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇന്നുവരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തിയത് അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. കർത്താവ്, വീണ്ടും ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലുമെല്ലാം കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണം. എല്ലാ സൗഖ്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ഞങ്ങളെ വഴി നടത്തിക്കാട്ട്. ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം എല്ലാം അവിടുത്തെ പക്കല ദാനം തന്നാട്ട്. കർത്താവ്, ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ, സമാധാനത്തിൽ കാത്തോണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണേ, ജോലി കൂടെ ഇരിക്കണമേ, അത്ഭുതമാർന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിൽ അവരെ കൊണ്ട് എത്തിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിദേശത്തൊക്കെ കടന്നു പോകാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അതിനായി പഠിക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ, മെഡിക്കലിനായി കാത്തിരിക്കുന്നവർ, എൻ്റെ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിച്ച് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ട് എത്തിച്ചാട്ട്. ഉപജീവനമാർഗ്ഗമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറന്നു കൊടുത്താട്ട്. അത്ഭുതത്തിൻ്റെ ദൈവം അവിടുന്ന് സഹായിച്ചാട്ട്. ദൈവമേ, ഈ സമയം കർത്താവെ, സ്തോത്രം സ്തോത്രം. ദൂരത്തും ചാരത്തുമാരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, അടിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും സ്വർഗം മറുപടി തരണമേ. പ്രത്യേകിച്ച് ഈ സമയം വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്ന സ്വർഗം ആശ്വസിപ്പിക്കണമേ. ഏറിയ ദൈവകൃപയിലും പ്രത്യാശയിലും ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ട്. ദൈവമായ കർത്താവ്, ഈ സമയം ഞങ്ങളുടെ രോഗികളെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ആശുപത്രി മുറികളിലും ഐസിയുലും സിസിയുലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷന് വിധേയപ്പെടുന്നവർ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, മറ്റ് വിവിധ രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ശരീരമാസകലം അതിവേദനകളാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുണ്ട്. കർത്താവെ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, വിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, വയറ്റിൽ മൊഴിയാൽ ഭാരമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ആസ്മ രോഗികൾ, കർത്താവ്, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, തൈറോയിഡ് ഉള്ളവർ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ആമേൻ, കണ്ണിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞവർ, കർത്താവെ, ഹല്ലിന് ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അങ്ങയുടെയാണ് ഇപ്പോഴുള്ള കാര്യം ഞങ്ങളുടെ രോഗികളുടെ മേൽ വയ്ക്കുമാറാകണം. എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ. കർത്താവെ, അവിടുന്ന് സഹായിക്കണം. മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, ഞങ്ങളുടെ സങ്കടയാചന കൈക്കൊള്ളണമേ, മറുപടിയുമായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. ഭവനമില്ലാത്തവരെ ഏൽപ്പിക്കുന്നു. വാർദ്ധക്യത്തിലും അസ്വസ്ഥതയിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, അനാഥരെയും വിധവകളെയും ഏൽപ്പിക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കുന്ന ദൈവം നീ മാത്രമാണ്. ഞങ്ങൾക്ക് സഹായകൻ അവിടുന്ന്. ഞങ്ങളെ സഹായിക്കും, നിശ്ചയമായി മാനിക്കും, ആവശ്യം പറഞ്ഞ് കരുതും. നന്ദിയോടെ സ്തോത്രം.
വീണ്ടും ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തന്ന് ഞങ്ങളെ ദിനംതോറും നടത്തണം. ഞങ്ങളുടെ പൈതങ്ങളെയെല്ലാം കാത്തുകൊള്ളണം. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിക്കണം. ഓരോ മക്കളുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് കർത്താവ് കരുതണമേ. മറ്റാരാലും പരിഹരിക്കപ്പെടാത്ത വിഷയത്തിൻ്റെ നടുവിൽ സ്വർഗം ഇറങ്ങണം. പ്രാർത്ഥനയ്ക്ക് മറുപടിയുടെ നിശ്ചയമെന്ന് തന്നെ പ്രിയപ്പെട്ടവരൊന്നുകൂടി മനസ്സിലാക്കുവാൻ, ആഴമായി കർത്താവിനെ സ്നേഹിപ്പാൻ എൻ്റെ ദൈവമിടയാക്കണം കർത്താവ്. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.